ഹരേ കൃഷ്ണ. രാധേശ്യാം. ശ്രീമന്നാരായണീയം 12ാം ദശകത്തിലേക്ക്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 12ാം ദിവസവും ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലൂടെ കടന്ന് തിരുനടയിലെത്തി തിരുമുമ്പിൽ തൊഴുത പ്രദക്ഷിണം വച്ച് തീർത്ഥം വാങ്ങി അവിടെ ഇരിക്കുന്നു. വല്യമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കവിതകൾ പറയുകയാണ്. വരാഹാവതാരത്തിനെ ഗുരുവായൂരപ്പന് വർണ്ണിച്ചു കൊടുക്കുകയാണ് മേൽപ്പത്തൂർ. ഭഗവദബ്ധി കടഞ്ഞു നമുക്കായി നാരായണീയ നവനീതമേകിയ നാരായണ ഭട്ടപാദപാദദ്വയം മനസ്സേ ചേർത്തു ഭക്തിക്കായി നമിപ്പു ഞാൻ ശ്രീ ഭട്ടപാദപാദമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവീ പ്രണമാമി ഹരിപ്രിയേ. രാധാകൃഷ്ണാഭ്യാം നമഃ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. വാതരോഗപീഡയ്ക്കന്ത്യം വരുത്തിയ വാതാലയേശന്റെ കീർത്തനമേ ജ്ഞാനം തപസ്സും വിനയവുമൊത്തോര നാരായണീയമേ വന്ദിക്കുന്നേ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ നാരായണ. 12ാം ദശകത്തിലെ ഹിരണ്യാക്ഷൻ ഭൂമിയെ ചവിട്ടി താത്തുകയാണ്, ഭൂഗോളം. അപ്പൊ പ്രജകൾക്കുണ്ടായ ദുഃഖം മനു ബ്രഹ്മാവിനെ അറിയിക്കുകയാണ്. മനു തൻ്റെ 5 പുത്രന്മാരോടുകൂടി സുന്ദരമായ ഭൂമി ഭരിക്കാനായിട്ട് വരുമ്പോൾ ഭൂമിയില്ല. സ്വായം ഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ടുവാമഹീം അസമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. കഷ്ടം പ്രജാസൃജതി മയി അവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം. ഇത്യേവം യേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തിൽ. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താൽ അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി. ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവ ശിശുകോലരൂപീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഗുരുവായൂരപ്പ. നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം. നമോ നാരസിംഹായ ശേഷായ തുഭ്യം. നമഃ കാലരൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ. ഒരു പെരുവിരൽ വലിപ്പത്തിലുള്ള കുട്ടി വരാഹത്തിനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. അത് വളരാൻ തുടങ്ങിയപ്പോൾ അങ്കുഷ്ടമത്രവപുരുൽപതിത പുരസ്താൽ ഭൂയോത്ഥ കുംഭി സദൃശ സമദ്രം പഥാസ്ത്വം. അഭ്രേതഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർവിസ്മേരതാം വിധിരഗാൽ സഹസൂനുഭിസ്വൈ. കോസാവചിന്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാൽ കിമു ഭവേദജിതസ്യ മായാ.
ത്വം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഗ്രർപ്പാ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തൽസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാദരസ്ത്വം ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാളധിരവാഗ്മുഖ ഘോരഘോണ ഘോരഘോണ തൂർണപ്രതിർണ ജലദ പരിഘൂർണദക്ഷ്ണ സ്തോതൃന്മുനിൻ ശിശിരയന്നവതേരിധത്വം അന്തർജലം തദനുസങ്കുലനക്രചക്രം ഭ്രമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യാഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതം ഛട്തി കൂട്ടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രങ്കുരേണ വസുധാമദഥാ സലീലം അഭ്യുദ്ധരൻ അഥ ധരാം ദശനഗ്രലഗ്ന മുസ്തങ്കുരങ്കിതൈവാധികബീവരാത്മാ ഉദ്ധൂതഘോരസലിലൽ ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗൽ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാൽ കളിക്കാൻ വേണ്ടി വരാഹമായ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമെന്നാണ്. ഈശലെന്നിയെ സുകരവേഷമായി ദക്ഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടുകൊണ്ടെന്നൊരു ഗാത്രമൻപോടു കാണേണം ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. തുമ്പാസി വിജ്ഞാനുദയജ്ഞവരാഹമൂർത്തേ. വരാഹമൂർത്തിയുടെ അവതാരമാണ് 12ാം ദശകത്തിൽ പറയുന്നത്. ജയ ജനാർദ്ദ ജയ രമാപതേ ജയ കൃപാലയ ജയ ജഗൽഗുരോ ജയ ജനാർദ്ദന ജയ ജയ വിഷ്ണു ജയ ജയാച്യുത ജയ ജയ ഹരേ ജയ ജയ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. മെൽപ്പത്തൂര് പറയുകയാണ്, ഭഗവാനെ, സ്വായംഭുവോ മനു അഥോ ജനസർഗശീലഃ ശീലോ ദൃഷ്ടുവാം മഹീം അസമയേ സലിലേ നിമഗ്നഃ സൃഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. അഥോ അനന്തരം ജനസർഗശീല, പ്രജകളെ ഒക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണല്ലോ ആര്? സ്വയംഭുവ മനു. ഇപ്പം ഇനി ബ്രഹ്മസൃഷ്ടി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സൃഷ്ടിയാണ് വിസർഗം. സർഗം വിസർഗം എന്നൊക്കെ ഭാഗവതത്തിൽ കാണാം. ഭഗവതത്തിൻ്റെ 10 ലക്ഷണങ്ങളിൽ ആദ്യം വരുന്നത് സർഗമാണ്. സർഗത്തിലെ ബ്രഹ്മസൃഷ്ടി, വിസർഗത്തിലെ ബ്രഹ്മപുത്രന്മാരുടെ സൃഷ്ടി. മനു എന്താണ് സൃഷ്ടിച്ചത്? മനു 5 മക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ ഉണ്ടായത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന് 2 വീരന്മാരെയും ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് 3 സ്ത്രീരത്നങ്ങളെയുമാണ് പ്രസവിച്ചു. അങ്ങനെ കുട്ടികളോടുകൂടി സുഖമായി ഭൂമി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയില്ല. സ്വയംഭുവ മനുവോ മഹീം അസമയേ സലിലേ നിമഗ്നാം ദൃഷ്ടുവ. ഭൂമി അനവസരത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ട് കണ്ടു. മഴ പെയ്ത് 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 വെള്ളത്തിൽ മുങ്ങി. അങ്ങനെയല്ല, ഒരു മഴ ഉണ്ടായില്ല. ഭൂമി താണു പോയിരിക്കുന്നു. അടി ചവിട്ടിത്താത്തത്, അതിപ്പോൾ ആരറിയണല്ലേ.
മുനിജനൈ സഹ സത്യലോകെ. എന്താ ചെയ്യാ, വേഗം അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണു, മുനിജനങ്ങളോടുകൂടി സത്യലോകത്തിൽ സ്ഥിതം. സത്യലോകത്തിൽ വാണരുളുകയാണ് ബ്രഹ്മാവ്. എങ്ങനെ? ഭവദംഘ്രി സേവാ തുഷ്ടാശയം. അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നത് കൊണ്ട് സന്തുഷ്ട ഹൃദയനായിട്ട് സത്യലോകത്തിൽ വാണരുളാണ്. അതാണ് അവരെയൊക്കെ നമ്മളിങ്ങനെ അച്ഛൻ, പിതാമഹൻ എന്നൊക്കെ വിളിക്കാൻ കാരണം. അങ്ങനെയുള്ളവരെയാണ് വിളിക്കേണ്ടത് അച്ഛാന്ന്. ഭഗവാന്റെ പാതാരബിന്ദം, ഭവദംഘ്രി സേവാ തുഷ്ടമായിരിക്കുന്ന ആശയം നല്ല മനസ്സാവും. എപ്പോഴും ഈശ്വരനെ പറ്റി ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള സൃഷ്ടാരം ശരണമാവ, സൃഷ്ടം അഭിനയിച്ചെന്ന് ബ്രഹ്മാവ് ശരണം പ്രാപിച്ചു. അച്ഛാ ഞാൻ എല്ലാം ചെയ്തു. കഷ്ടം പ്രജാസൃജതി. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, നല്ല രസമായിട്ട് പറയണം അല്ലേ. അച്ഛാ കഷ്ടം, എന്താ കഷ്ടം? പ്രജാസൃജതി മയി അവനിർനിമഗ്നാസ്ഥാനം സരോജഭവ കൽപ്പയാ തൽപ്രജാനാം ഹേ അംഭോജഭക്ഷ. യേശ സ്വയംഭു. അല്ലയോ താമരക്കണ്ണനായ ഗുരുവായൂരപ്പ, ഈ ബ്രഹ്മാവ് മനുനാ സരോജഭവ, മനു എന്ത് പറഞ്ഞു അവിടെ ചെന്നിട്ട്, സരോജഭവനായിരിക്കുന്ന ബ്രഹ്മദേവ മയി പ്രജാഹ സൃജതി, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു. പക്ഷെ എന്തു പറ്റി? അവനി നിമഗ്ന. അവനി എന്ന് വെച്ചാൽ ഭൂമി വെള്ളത്തിൽ അണ്ടുപോയി. എന്താ ഈ കഷ്ടം? കഷ്ടം എന്നുള്ള വാക്ക് തന്നെ മേൽപ്പത്തരം പ്രയോഗിച്ചത്. സരോജഭവ പ്രജാസൃജതി അവനി പ്രജാസൃജതി. കഷ്ടം ആദ്യമാണ് കൊടുത്ത വാക്കതാണ്. കഷ്ടം പ്രജാസൃജതി. പ്രജാസൃജതി കഷ്ടം. എന്താ കഷ്ടം? അവനി നിമഗ്ന, ഭൂമി വെള്ളത്തിൽ താണുപോയി. ഇന്നുവരെ അങ്ങനെ കേട്ടിട്ടില്ല അല്ലെ. വീടൊക്കെ പണിത് വെച്ച് പാല് വെച്ചാറായപ്പോൾ ഭൂമിയില്ല അല്ലെ, വീടില്ല എന്ന് പറഞ്ഞ പോലെ ഭൂമി കാണാനേ ഇല്ല. അതുകൊണ്ട് സരോജഭവ സ്ഥാനം കൽപ്പയാ, എനിക്കും പിള്ളേർക്കും അല്ലെ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി തരൂ. തൽ പ്രജാന, പ്രജകൾക്കും എനിക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി. ഇത് ഏവം ഇത്യേവമേഷ കഥിതോ. ഇദ്ദേഹത്തിനാൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ എന്തായി? മനുന സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തിൽ. അല്ലയോ അംഭോരുഹാക്ഷ, താമരക്കണ്ണനായ ഗുരുവായൂരപ്പ, ആ മനു അവിടുത്തെ പാദയുഗം വ്യചിന്തിൽ നല്ല പോലെ ധ്യാനിച്ചു. അത് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അവന് എളുപ്പമുണ്ട്. രോഗി കൽപ്പിച്ചല്ലേ, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞാൽ വേറെ ആരെയും ആശ്രയിക്കാനില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ തന്നെ ധ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം സമർപ്പിച്ചു. ഹരേ ഗുരുവായൂരപ്പ.